നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 11-ാം തീയതി, 1200-ാം ആണ്ട് മേടമാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്, മാത്രമല്ല ഞായറാഴ്ചയാണ്. സൂര്യൻ പ്രപഞ്ചനാഥനാണ്, ജ്യോതിഷത്തിൻ്റെ അധിപനുമാണ്. സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, പ്രപഞ്ചം തന്നെ നിലനിൽക്കത്തില്ല, ജ്യോതിഷം തന്നെ ഇല്ലതാനും. അപ്പോൾ ആ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന്. നക്ഷത്രം വന്നിരിക്കുന്നതും ശുഭനക്ഷത്രം. അപ്പോൾ ഇന്ന് പൊതുവേ പറയുകയാണെങ്കിൽ നല്ല ദിവസമാണ്, ഒരു സന്തോഷപ്രദമായ അവധി ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്ക് നമ്മൾ ജ്യോതിഷം പറയുമ്പോഴും ഈ അവധി ദിവസം കുടുംബം എന്ന് പറയുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ 5-6 ദിവസത്തെ വർക്ക് കഴിഞ്ഞ് കുറച്ച് ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച. അന്ന് വീട്ടിനകത്ത് സമാധാനം കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഈ ഒരാഴ്ച അടുത്ത് വരുന്ന പിറ്റേ ദിവസം തൊട്ട് പോകുന്ന ഓരോ ദിവസവും നമുക്ക് വളരെ ടൈറ്റായി പോകും. പക്ഷേ നമുക്ക് ആ ഭാരം ഇറക്കി വയ്ക്കേണ്ട ദിവസം ഇറക്കി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത്രയും ടെൻഷനോടുകൂടി പോവേണ്ടി വരും. അപ്പോൾ നല്ലൊരു ദിവസം കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? വീട്ടിനകത്ത് സമാധാനവും സന്തോഷവും നല്ല ഐക്യത്തോടു കൂടി. ഇപ്പോൾ കുടുംബം ഇമ്പം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം ആവുകയുള്ളൂ. അപ്പോൾ ഇമ്പം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്ലാൻ ചെയ്താൽ അതെല്ലാം നമുക്ക് സബലീകരിക്കാൻ പറ്റും. സത്യത്തോടുകൂടി വീട്ടിലുള്ളവർ കേൾക്കും. കാരണം നല്ല ദിവസമായതുകൊണ്ട്. ചീത്ത ദിവസമാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ച് എല്ലാവരും കൂടി ഇരുന്നാൽ തന്നെ ഒരാൾ പറയണ മറ്റൊരാളിന് രസിക്കാതെ വരും. അവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ആ കാര്യങ്ങൾ വഴിയിലായി പോവുകയും ചെയ്യും. ഈ നമ്മളൊരു ഐഡിയ ആയിട്ട് ചെല്ലുന്ന നമ്മൾ തന്നെ മോശക്കാരനായി മാറും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത്, മേടമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷവും വളരെ ഭാഗ്യദായകമായി തീരും. അതിന് സംശയം വേണ്ട. ഐശ്വര്യപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. കാരണം നിങ്ങൾ ഈ ഒരു വർഷം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് പ്രകാശിക്കും. സൂര്യൻ പ്രകാശമാണ്, ഐശ്വര്യമാണ്. അപ്പോൾ അത് ഐശ്വര്യപ്രദമായി തീരും. അതുകൊണ്ട് ഒരു കാരണവശാലും ബർത്ത്ഡേ വന്നിട്ടുള്ള മേടമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നിങ്ങളെ സമയത്തെ വിനിയോഗിക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ്. പുറത്തൊക്കെ പോകുന്ന ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാലം നമ്മൾ എന്തുകൊണ്ട് രാവുകാലവും ഗുളികകാലവും യമകണ്ഠ കാലത്തിനും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 3 സമയങ്ങൾക്കും നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിലുള്ള സമയമാണ്. രാഹുവിൻ്റെ സമയത്ത് ഇറക്കുകയാണെങ്കിൽ, നമ്മൾ രാവുകാല സമയത്ത് യാത്ര തുടരുകയാണെങ്കിൽ, നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് രാവുകാല സമയത്താണെങ്കിൽ നമ്മളേറ്റ് ചുറ്റിക്കും. അതുകൊണ്ടാണ് രാവുകാല സമയം ഒഴിവാക്കാൻ പറയണേ. രാവുകാല സമയം നമ്മൾ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിശ്ചിത സമയം, എല്ലാ ദിവസവും ഒരേ സമയമാണ്. 4:30 6 എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് 5 മണി 1 മിനിറ്റിന് രാവുകാലം തുടങ്ങുകയുള്ളൂ. ശരിക്ക് 6 മണിക്ക് രാവുകാലം തീരൂല. 6:34 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ 2 സമയങ്ങൾ, ഇത് യാത്രയ്ക്ക് മാത്രമേ രാവുകാലത്തിന് പ്രാധാന്യമുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 3 മണി 27 മിനിറ്റ് തൊട്ട് 5 മണി 1 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് 12 മണി 21 മിനിറ്റ് തൊട്ട് 1 മണി 54 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സമയമുണ്ട് അഭിജിത്തിന് കൊടുത്തിരിക്കുന്ന സമയം. ഈ സമയം
എല്ലാ ദിവസവും 48 മിനിറ്റ് ഉള്ളതിൽ 44 മിനിറ്റ് നേരം നമുക്ക് ഉപയോഗിക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് തന്നെ 11:57 തൊട്ട് 12:45 വരെ ആണ്. ഇതിലൊരു ഇടയ്ക്ക് 4 മിനിറ്റ് മാത്രം കൊള്ളാതെ വരുമെന്ന് മാത്രം. അപ്പോൾ ഇത് ഇന്നത്തെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുമ്പോഴും നമുക്ക് റോസ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഫുള്ള് ചുവപ്പായിട്ട് നടക്കണം, അല്ലെങ്കിൽ റെഡായിട്ട് നടക്കണം, അല്ലെങ്കിൽ ചുടുകലിൻ്റെ കളറിൽ നടക്കണം, റോസ് കളറിൽ നടക്കണം എന്നല്ല. നമുക്ക് ആ കളറും കൂടി ഉൾപ്പെടുത്തുക. ബൈ ചാൻസ് നമുക്ക് ആ കളറ് അല്ല യൂസ് ചെയ്യണമെങ്കിൽ ഒരു റോസ് കളറിലുള്ളതോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ റെഡ് കളറോ ആയിട്ടുള്ള ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.